statements for Islamic banks. ഇസ്ലാമിക് അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളത്, ഇസ്ലാമിക് അക്കൗണ്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്താണ് ഇസ്ലാമിക് അക്കൗണ്ടിങ് എന്നുള്ളതും കൺവെൻഷണൽ അക്കൗണ്ടിങ്ങിൽ നിന്നും ഇസ്ലാമിക് അക്കൗണ്ടിങ്ങിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു വെച്ചു. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഈ ഇസ്ലാമിക് അക്കൗണ്ടിങ്ങിൽ സ്വാഭാവികമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇസ്ലാമിക് ബാങ്കിൻ്റെതാണെങ്കിൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉണ്ടാവുക എന്നുള്ളത്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യം നമ്മൾ സിലബസിൽ വായിച്ചിട്ടുള്ളതാണ്. ഒന്ന് അതിന്റെ ഫ്രെയിംവർക്ക് ഓഫ് ഇസ്ലാമിക് അക്കൗണ്ടിങ്, പിന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഫോർ മേജർ ഇസ്ലാമിക് ട്രാൻസാക്ഷൻ. അല്ലാത്ത ട്രാൻസാക്ഷൻ നമുക്ക് അറിയാം, കൺവെൻഷണൽ അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. പിന്നെ ഡിസ്ക്ലോഷർ മെത്തേഡ്സ് ഫോർ ഇസ്ലാമിക് ട്രാൻസാക്ഷൻസ്. അതിൽ ആരൊക്കെയാണ് യൂസർ ഗ്രൂപ്പ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഫോർ ഇസ്ലാമിക് ബാങ്ക്സ്. യൂസർ ഗ്രൂപ്പ്സ്, ആർക്കാണ് ഇതിന്റെ ഗുണം കിട്ടേണ്ടത്? ഈ ഇസ്ലാമിക് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഇസ്ലാമിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് ആർക്കൊക്കെയാണ് ബെനിഫിറ്റ് ഉള്ളത്? ആർക്കാണ് ഇതിന്റെ ഗുണം കിട്ടുന്നത്? ഒന്ന്, ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിരുന്നു. എല്ലാ ആളുകളും, ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ് ഇവിടുത്തെ യൂസർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഒന്ന് ഇൻവെസ്റ്റേഴ്സ് ആണ്, രണ്ടാമത്തത് ക്രെഡിറ്റേഴ്സ്, മൂന്നാമത്തത് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി ബോഡി, അതോറിറ്റി. മറ്റൊന്ന് ശരിയ സൂപ്പർവൈസറി ബോർഡ് അല്ലെങ്കിൽ അഡ്വൈസറി കമ്മിറ്റി, ശരിയ അഡ്വൈസറി കമ്മിറ്റി. അപ്പൊ ഇതൊരു എക്സ്ട്രാ വരുന്ന ഒന്നാണ് ഈ ശരിയ അഡ്വൈസറി കമ്മിറ്റി അല്ലെങ്കിൽ ശരിയ ബോർഡ് എന്നുള്ളത്. നമുക്ക് ഒന്നാമത്തെ യൂസർ ഗ്രൂപ്പ് ആണ് ഒന്ന് ഇൻവെസ്റ്റേഴ്സ്, രണ്ടാമത് ക്രെഡിറ്റേഴ്സ്, മൂന്നാമത്തത് റെഗുലേറ്ററി ബോഡീസ് അല്ലെങ്കിൽ റെഗുലേറ്റേഴ്സ്, നാലാമത്തത് ശരിയ അഡ്വൈസറി ബോർഡ്, അഞ്ചാമത്തത് കസ്റ്റമേഴ്സ്, then sixth one others. ഇനി ആരെങ്കിലും എക്സ്ട്രാ ഇതിൽ വരുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആവശ്യമുള്ളവർ വേറെ വരികയാണെങ്കിൽ ആ ആളുകളും കൂടെയാണ് അതേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ആളുകൾക്കൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരിക. അത് ഒന്നാം ഇൻവെസ്റ്റേഴ്സ് ആരാണെന്നുള്ളത് നമുക്കറിയാം. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ബാങ്ക്, ഇസ്ലാമിക് ബാങ്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം, ക്യാപിറ്റൽ ആവശ്യമുണ്ട്, പണം ആവശ്യമുണ്ട്. ഇപ്പൊ എല്ലാവരുടെ അടുത്തും പണം ഉണ്ടാവില്ല. പണം ഇല്ലാത്തവർക്ക് പണം കൊടുത്ത് സഹായിക്കാനാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ആദ്യം നടക്കണം, പണമുള്ള ആളുകൾ വേണം. അവർക്ക് അറിയണ്ടേ എത്ര രൂപയാണ് നമ്മുടെ എക്സ്പെൻസ്, എങ്ങനെയാണ് ഇൻകം, എങ്ങനെ എത്രയാണ് ലാഭം കിട്ടുക എന്നുള്ളതൊക്കെ അറിയണ്ടേ. അപ്പോ ഇൻവെസ്റ്റേഴ്സ് അതിന്റെ ഒരു യൂസർ ഗ്രൂപ്പാണ്. ഓക്കെ, ഇസ്ലാമിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ യൂസർ ഗ്രൂപ്പുകളിൽ ഒന്നാണ് ഇൻവെസ്റ്റേഴ്സ്. രണ്ടാമത്തതാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഏത് ഭാഗത്താണ് നമ്മൾ എഴുതുക? അസറ്റ് സൈഡും ലിയബിലിറ്റി സൈഡും ആണല്ലോ ബാലൻസ് ഷീറ്റിനുള്ളത്. അതിൽ ഏത് സൈഡിലാണ് നമ്മൾ ക്രെഡിറ്റേഴ്സിന് എഴുതുക? ലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാധ്യതയാണ് അല്ലെ? അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന് പൈസ കടം തന്ന ആളുകളാണ് ആര്? ക്രെഡിറ്റേഴ്സ്. ഇനി അത് തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്.
മനസ്സിലായോ? അപ്പൊ അവർക്ക് അറിയണ്ടേ, നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത കുറെ ആളുകൾ ലാഭം പ്രതീക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. നമ്മളെ സഹായിച്ചവരാണ് ആര്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇൻവെസ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് അല്ല. ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും ഓണേഴ്സിന്റെ സ്വഭാവമാണ്. ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളത് ഓണേഴ്സിന്റെ സ്വഭാവം. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായി? ഇൻവെസ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓണേഴ്സ് ആണ്. അവർക്ക് നഷ്ടം ഉണ്ടെങ്കിൽ നഷ്ടം സഹിക്കേണ്ടി വരും. പക്ഷെ ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് ബിസിനസ്സിന് വേണ്ടിയിട്ട് പൈസ തന്നവരല്ല, അവര് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയവരല്ല, അവർ തൽക്കാലം നമ്മളെ സഹായിച്ചവർ. അത് തിരിച്ചു കൊടുക്കുന്നത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കും. അതാണ് ക്രെഡിറ്റേഴ്സ്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് പൈസ കടം തരുമെന്ന് ചോദിച്ചാൽ എന്തിനാ അത്യാവശ്യം ചോദിക്കുക, പൈസ എന്തിനാന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് അവർക്ക് ഇൻഫർമേഷൻ കാണിച്ചു കൊടുക്കണം, ഇന്ന കാര്യങ്ങൾക്കാണ് അതിന് ഞങ്ങൾ ഇത്രയാണ് ചെലവാക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇന്ന സമയം കൊണ്ട് തിരിച്ചു തരാം. അത്ര സമയം ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ആ പെർഫോമൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞു, മന്ത്ലി റിപ്പോർട്ട് ഉണ്ടാക്കണം, ആനുവൽ റിപ്പോർട്ട് ഉണ്ടാക്കണം. അപ്പൊ ആ മന്ത്ലി റിപ്പോർട്ടൊക്കെ ആർക്കും കൂടെ ആവശ്യം ഉണ്ടാവും, ഈ ക്രെഡിറ്റേഴ്സിനും ആവശ്യമുണ്ടാവും. ദെൻ മറ്റൊന്നാണ് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഓക്കെ, റെഗുലേറ്ററി അതോറിറ്റീസ്, നമ്മളെ അക്കൗണ്ടിങ് അതോറിറ്റീസ് ഇല്ലേ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവര്. പിന്നെ നാലാമത്തെ ഒരു ഭാഗം, ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ മറ്റൂടെ പറയും. അഞ്ചാമത്തെ വിഭാഗം, നാലാമത്തത് പറഞ്ഞിട്ടില്ല, അഞ്ചാമത്തത് കസ്റ്റമറാണ്. കസ്റ്റമർക്ക് ഇത് വേണം നിർബന്ധമൊന്നുമില്ല, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വേണം നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ഗുഡ് വില്ല് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ഗുഡ് വില്ല് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നല്ല ഉണ്ടാകേണ്ടി, ഗുഡ് വില്ല് എവിടെ ഉണ്ടാകേണ്ടി, പബ്ലിക്കിന്റെ അടുത്ത്, കസ്റ്റമറുടെ അടുത്ത് നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ അവരോട് നമ്മള് കാര്യങ്ങൾ സുതാര്യമായിരിക്കണം. ആർക്കും നമ്മൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് നല്ല സൽപ്പേര് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് അങ്ങനെയാണ്. നമ്മളൊന്നും ഒളിച്ചു വെക്കുന്നുണ്ട് എന്ന തോന്നൽ ആർക്കും ഉണ്ടാവരുത്, പബ്ലിക്കിന് ഉണ്ടാവരുത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒളിച്ചു വെക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഗുഡ്വിൽ ഉണ്ടാവില്ല, ഗുഡ്വില്ലൊക്കെ കുറയും. അപ്പൊ നമുക്ക് കസ്റ്റമേഴ്സിനും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത്. ഇനി വേറെ ഏതെങ്കിലും താല്പര്യമുള്ള പാർട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യും. ഈ നാലാമത്തതല്ലാത്ത കാര്യങ്ങളൊക്കെ സാധാരണ ഇസ്ലാമിക് ബാങ്കിന്റെ മാത്രമല്ല, എല്ലാ ബാങ്കിന്റെ, ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും യൂസർ ഗ്രൂപ്പാണ്. ഈ നാലാമത്തെ വിഭാഗമാണ് നമുക്ക് പുതിയ ഒരു വിഭാഗം, ശരിയ അഡ്വൈസറി ബോർഡ് അല്ലെങ്കിൽ ശരിയ സൂപ്പർവൈസറി ബോർഡ്. അപ്പൊ ആരാണ് ഈ ശരിയ അഡ്വൈസറി ബോർഡ്? ഇവിടെ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ റൂളും ഫോളോ ചെയ്യണം, ശരിയായും ഫോളോ ചെയ്യണം. അപ്പൊ അക്കൗണ്ടിങ് റൂൾ അറിയണവർക്കൊക്കെ എന്തറിയണമെന്നില്ല, ശരിയ അറിയണമെന്നില്ല. ചിലപ്പോ അക്കൗണ്ടിങ്ങിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഒരു ഇതിനെ കുറിച്ചൊന്നും, ഈ ശരിയെ കുറിച്ച് അറിയുന്ന ഒരാളാണെന്നില്ല, അയാളൊരു നോൺ മുസ്ലിം ആണെന്ന് വിചാരിച്ചിട്ട് ശരി അറിയാതിരിക്കൂല. പക്ഷെ നോൺ മുസ്ലിമും ആവാം, ശരിയെ ഇന്ന് വരെ അറിയുന്ന ഒരാളും ആയിക്കോളണമെന്നില്ല. അങ്ങനത്തെ ഒരാൾ ഇപ്പൊ ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കാം, അയാൾക്ക് ഈ ഇസ്ലാമിക് ലോസിനെ കുറിച്ച് കൃത്യമായ അറിവില്ല. അങ്ങനത്തെ ഒരാൾ അക്കൗണ്ടിങ് എക്സ്പെർട്ട് ആയിട്ടുണ്ടാവും, അയാൾ ഇവിടെ ഉണ്ടാവും. പക്ഷെ അയാളോട് ചോദിക്കുകയാണ്, നമ്മള് ബിസിനസ് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോവാണ്, നമ്മുടെ ബാങ്ക് ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോവാണ്, അത് ഇസ്ലാമിക് ട്രാൻസാക്ഷന്റെ ഉള്ളിൽ വരുന്നതാണോ എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന ശരിയയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ളതാണോ എന്ന് പറയണമെങ്കിൽ ശരിയ അറിയുന്ന ഒരാൾ വേണ്ട. അങ്ങനത്തെ ഒരു ടീം എന്ന് പറഞ്ഞാൽ എക്സ്പേർട്സ്, ശരിയ എക്സ്പേർട്സ്, അവരാണ് ശരിയ അഡ്വൈസറി ഗ്രൂപ്പ്. ഇത് മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ ഉണ്ടാവില്ല. കാരണം അവിടെ അനുവദനീയമായത് അനുവദനീയമല്ലാത്തത് എന്ന തരംതിരിവില്ല.
സാധാരണ ബിസിനസ് അനുവദനീയമായത് അല്ലാത്തതൊന്നുമില്ല. എല്ലാ സംഗതികളും ഉണ്ടാവും. അപ്പൊ നമ്മള് വലിയ വലിയ മാളുകളില്ലേ, ആ മാളുകളിലൊക്കെ പോവുകയാണെങ്കിൽ പല തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാവും അല്ലെ. ഇലക്ട്രോണിക്സിന്റെ ഡ്രസ്സിന് വേറെ ഉണ്ടാവും. അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ഉണ്ടാവും, അത് ആൽക്കഹോളിക് ഐറ്റംസും ഉണ്ടാവും. അങ്ങനെ വ്യത്യാസമാണ് ഒക്കെ ഒറ്റ മാനേജ്മെന്റ് കീഴിലാണ്. അതുകൊണ്ട് അവിടെ പ്രൊഹിബിറ്റഡ് എന്നോ അലൗഡ് എന്നോ പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ ഇല്ല. എന്നാൽ ഇസ്ലാമിക് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ there should have a Sharia advisory board in order to advise the institution what are the items or what are the investments are prohibited and what are the investments are allowed. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് എന്താ പറയാ അനുവദനീയമായതാണോ അല്ലേ എന്ന് കൃത്യമായിട്ട് എക്സ്പേർട്സ് ഉണ്ട്. ആ എക്സ്പേർട്സ് പറയും. അങ്ങനെയുള്ള വിഭാഗമാണ് ശരിയ അഡ്വൈസറി ബോർഡ്. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ നടത്തുമ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർക്കും കൂടെ കൊടുക്കണം? ശരിയ അഡ്വൈസറി ബോർഡ് കൊടുക്കണ്ടേ? അപ്പോഴല്ലേ അവർക്ക് അറിയാം ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, എവിടെ നിന്നൊക്കെ റിട്ടേൺ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്കും അറിയണം. അപ്പോഴാണ് ഇനി മുതൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തരുത്, അത് നമുക്ക് അനുവദനീയമല്ല, ഇന്ന ഭാഗത്ത് നിന്ന് കിട്ടിയ റിട്ടേൺ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല, അത് അറിയണമെങ്കിൽ ഇവരും അവിടെ വേണം. അപ്പൊ ഈ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് അറിയാം, 4ാമത്തെ ഗ്രൂപ്പ് മാത്രമാണ് ഇവിടെ അധികം വന്നത്. ആ വിഭാഗം ആരാണ് മനസ്സിലായല്ലോ? ശരിയ അഡ്വൈസറി ബോർഡ് ആരാണ് മനസ്സിലായത്? ഇനി അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഓർഗനൈസേഷൻസ്. Accounting and auditing organizations of Islamic financial institution. Accounting and auditing organizations of Islamic financial institution. Expand. AAOIFI. Accounting and Auditing Organization of Islamic Financial Institution. ഇതിന്റെ പർപ്പസ് എന്താണ്? ഈ സ്ഥാപനത്തിന് ഇതൊരു ഓർഗനൈസേഷൻ ആണല്ലോ, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഓർഗനൈസേഷൻ. ഓക്കെ, സാധാരണ സ്ഥാപനമല്ല, ഓഫ് ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഓർഗനൈസേഷൻ. അപ്പൊ ആദ്യം പർപ്പസ്, ഇതിന്റെ പർപ്പസ് എന്ത്? ഇത് നിങ്ങൾക്ക് ഈ ഇന്നലെ ഞാൻ ലിങ്ക് അയച്ചിരുന്നു, പക്ഷെ എല്ലാരും ഒന്നും കണ്ടിട്ടില്ല. 10-12 ആളെ അതിൽ കണ്ടിട്ടുള്ളൂ, ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ ആ സ്ലൈഡ് കാണണം. ആ നോട്ട് നിങ്ങൾ ഇപ്പൊ കിട്ടുന്ന നിങ്ങൾ അയാളെ എഴുതിയെടുക്കുക. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതെന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനാൽ കിട്ടും. ഓക്കെ, മാത്രം എടുക്കുക. അപ്പൊ ഇതിന്റെ പ്രൈമറി പർപ്പസ് AAOIFI, ഈ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ഓർഗനൈസേഷന്റെ മെയിൻ പർപ്പസ് എന്താണ് എന്നുള്ളത്, to enhance the confidence of users of the financial statements. To enhance the confidence of users. അത്ര എഴുതിയാൽ മതി. To enhance the confidence of users. Enhance ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? Enhance ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക. എന്നാണ് enhance. To enhance the confidence of users. അപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ഓർഗനൈസേഷൻ ആണ് ഇത്, അല്ലെ? അപ്പൊ അതിന്റെ പർപ്പസ്, അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതല്ല ഉണ്ടാകുക. അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ ടു എൻഹാൻസ് ദ കോൺഫിഡൻസ് ഓഫ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂസറാ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ യൂസേഴ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ യൂസേഴ്സ് ആണ്. കാരണം ഇവിടെ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ആണ്.
ഓഡിറ്റിംഗ് കാണത്തിൽ എന്താണ്? കണക്കും കാര്യങ്ങളാണ്. അതോടൊപ്പം കിട്ടുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താ കിട്ടുക? അപ്പൊ ടു എൻഹാൻസ് ദ കോൺഫിഡൻസ് ഓഫ് യൂസേഴ്സ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. അപ്പൊ നമുക്കൊരു ധാരണ ഉണ്ട്, ഒരു ലോജിക് ആയിട്ട് തന്നെ നമ്മൾ ആലോചിച്ചാല് ചില സംഗതിക്ക് നമുക്ക് ഉത്തരം കിട്ടൂല. ഇപ്പൊ നമ്മുടെ ഒരു ഇപ്പൊ എന്തെങ്കിലും കുറെ പൈസ ഉണ്ട്, അപ്പൊ ഞാനത് ചെലവഴിക്കാത്തോളം കാലം അതിങ്ങനെ കൂടിക്കൂടി വരും. പക്ഷെ എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ വായിച്ച ഒരു സംഗതി ഉണ്ട്, നമ്മൾ കൊടുത്താലേ വീണ്ടും കൂടുള്ളൂ അല്ലെ? കൊടുത്താൽ കുറയല്ലേ ചെയ്യാ, കൊടുത്താൽ ശരിക്ക് കൂടുകയാണ്. അതിന്റെ ലോജിക്ക് എത്ര നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ശരിയല്ലേ? കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കുറയാണ് ചെയ്യും, പക്ഷെ ഇതിന്റെ ഒരു യഥാർത്ഥ റിസൾട്ട് ഉണ്ട്. ആവശ്യക്കാർക്ക് കൊടുത്താൽ ശരിക്കും എന്ത് ചെയ്യും, അത് മറ്റേതെങ്കിലും രൂപത്തിൽ നമുക്കത് കൂടി വരും. അപ്പൊ യഥാർത്ഥ ബിസിനസ് മറ്റുള്ളവർക്ക് പ്രയാസമില്ലാത്ത, ഉപദ്രവമില്ലാത്ത, ശരീരത്തിനോ സമൂഹത്തിനോ അനാരോഗ്യകരമായതൊന്നും അല്ലാത്ത എന്ന് പറഞ്ഞാൽ അതൊക്കെ പോസിറ്റീവായിട്ടുള്ള തരത്തിലുള്ള ബിസിനസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് ലാഭം കിട്ടും. ആ കോൺഫിഡൻസ് ആണ് ഇവരിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇതാണ് ഈ യൂസർ ഗ്രൂപ്പ്. ടു എൻഹാൻസ് ദ കോൺഫിഡൻസ് ഓഫ് യൂസേഴ്സ് വരാണ്, ഇവരുടെ കോൺഫിഡൻസ് ആണ് കൂടേണ്ടത്. ഓക്കെ, അപ്പൊ ആ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം, ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഇതാണ് അതിന്റെ പ്രൈമറി പർപ്പസ്. ഇനി അടുത്തത് സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് AAOIFI. ഒന്നാമത്തത് develop accounting and auditing thoughts. Develop accounting and auditing thoughts. Develop accounting and auditing thoughts. Okay. Accounting and auditing thoughts and methods which is related to Islamic financial institution. Islamic financial institution thoughts and methods ഒക്കെ ഡെവലപ്പ് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ അതിന്റെ അക്കൗണ്ടിങ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ഓഡിറ്റിംഗ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാം. ദെൻ രണ്ടാമത്തതാണ് ഡിസെമിനേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് തോട്ട്സ്. ഡിസെമിനേറ്റ് DISSEMINATE. ഡിസെമിനേറ്റ് എന്ന് പറഞ്ഞാല് ആവശ്യമില്ലാത്തതിനെ എന്ത് ചെയ്യണം, ഒഴിവാക്കുകയും വേണം. നേരത്തെ പറഞ്ഞതന്നെ ഡിസെമിനേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് തോട്ട്സ്. അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് തോട്ട്സ്. നിങ്ങളെന്താ നേരം നോക്കിയേ? നാളെ മുതൽ 9 മണിക്കല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരണ്ട കേട്ടോ. അങ്ങനെ വരാൻ കഴിയണവരോട് മാത്രമേ വരാൻ പറഞ്ഞിട്ടുള്ളൂ. Next one, prepare, comma implement, prepare, implement and interpret the accounting and auditing standards.
accounting and auditing standards. And last one, review and amend, AMEND, amend accounting and auditing standards. അപ്പോ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുക, അത് ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുക, പുതിയതുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും ഡെവലപ്പ് ചെയ്യുക. അതുപോലെ പുതിയ ട്രാൻസാക്ഷൻ വരുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, ഇന്റർപ്രിട്ടേഷൻ നടത്തുക. ദെൻ ലാസ്റ്റ് വരുന്നത് റിവ്യൂ ആൻഡ് അമെൻഡ്. റിവ്യൂ നമ്മൾ ഒരു ഫോളോ അപ്പ് ചെയ്യുമല്ലോ, ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ആണോ നോക്കുക. എന്നിട്ട് അമെൻഡ് ചെയ്യാന്ന്, അമെൻമെന്റ് അതിൽ ഭേദഗതി വരുത്തുക എന്നാ പറയും. എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മാറും. അപ്പൊ ഇതൊക്കെ all these objectives are related to accounting and auditing standards of Islamic financial institution. ഇതിന്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞ ഒബ്ജക്റ്റീവ്സിലൊക്കെ വരുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഓർഗനൈസേഷൻസ് ഓഫ് ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് പോയിന്റ് അതിൽ തന്നെ വരുന്നതാണ്, ഒബ്ജക്റ്റീവ്സിൽ തന്നെ വരുന്നതാണ് പ്രസന്റ്. അടുത്ത പോയിന്റ് പ്രസന്റ് organization's economic resources, present organization's economic resources, comma obligations and the related risk. അപ്പൊ നേരത്തെ പറഞ്ഞപ്പോ നമ്മള് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടതാണ്. ഇനി പറയുന്ന ഒബ്ജക്റ്റീവ്സിൽ ഇപ്പൊ ഇവിടെ ഉദ്ദേശിച്ചത് സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. ഏറ്റവും സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ട് ആണ് ഇപ്പൊ എഴുതിയ പോയിന്റ് അല്ലെ. പ്രസന്റ് ഓർഗനൈസേഷൻസ് ഇക്കണോമിക് റിസോഴ്സസ് എവിടെ നിന്നാണ് കിട്ടുക, എങ്ങനെയാണ്, പിന്നെ അതിന്റെ ഒബ്ലിഗേഷൻസ് എത്രത്തോളം ആണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി, ദെൻ ആൻഡ് റിലേറ്റഡ് റിസ്ക് അല്ലെ. അപ്പൊ അതന്നെയാണ് അതിന്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. റിസ്ക് കൂടുതലാണെങ്കിൽ റിട്ടേണും കൂടുതലായിരിക്കും. റിസ്ക്കും റിട്ടേണും ഒരേ രൂപത്തിലാണ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതിന് അത്ര തന്നെ നമുക്ക് റിട്ടേണും പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ഡിറ്റർമിൻ Zakat obligations. നമ്മൾ ഇന്നലെ കുറെ പറഞ്ഞതാണ് സക്കാത്ത് ഓബ്ലിഗേഷൻസ്. അപ്പൊ ആരാ കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് തീരുമാനിക്കുക. അതിന്റെ യൂസേഴ്സ് ഗ്രൂപ്പിലെ ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത്. Then next one, estimate cash flow. Cash flow and fund flow. Cash flow and its related risk. Next one, ensure reasonable rate of return to investors. Reasonable
rate of return to investors. And last, അത് അറിയാലോ, അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, അറിയുന്നതല്ലേ. ലാസ്റ്റ് വൺ, disclose Islamic banks, Islamic bank apostrophe s, bankinde, Islamic banks discharge of social responsibility. Discharge of social responsibility. അപ്പോൾ ഇസ്ലാമിക് ബാങ്കിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരുവിധ സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. ഏതൊക്കെ സ്ഥാപനങ്ങൾ ഒരു ഇത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും, അതിന്റെ മുകളിൽ ഇപ്പൊ കമ്പനികളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും അതിന് നമ്മൾ പറയാ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് പറയുക. അത് ഒരുവിധ സ്ഥാപനങ്ങൾക്ക് ഈ കമ്പനികൾക്കൊക്കെ ഉണ്ടാവും. അതുപോലെ ഇസ്ലാമിക് ബാങ്കിനുണ്ട്. അത് എന്തൊക്കെയാണ്, എപ്പോഴാണ് നടത്തേണ്ടത് എന്നൊക്കെ ആര് പറയും? അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ഓർഗനൈസേഷൻസ് ആണ് അത് സ്പെസിഫൈ ചെയ്യുക. Then അടുത്ത പോയിന്റ്, to ensure the rights and obligations, to ensure the rights and obligations of interested parties. Rights and obligations of interested parties. അപ്പൊ ഇൻട്രസ്റ്റ് പാർട്ടീസ് ആണ് ഈ യൂസർ ഗ്രൂപ്പ്. ആദ്യം പറഞ്ഞല്ലോ, ഈ ആളുകളുടെ ഒക്കെ റൈറ്റും ഓബ്ലിഗേഷൻ രണ്ടും, റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയും. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. Then next, to safeguard to ensure safety, to safeguard the entity assets. Entity asset എന്ന് പറഞ്ഞാൽ assets of organization എന്നർത്ഥം. Entity assets and the rights of others. And the rights of others. Next, to ensure the enhancement of managerial productivity. അപ്പൊ ഈ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടണം. നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് പഠിച്ചില്ലേ, അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്ന് പറയുന്നത്, അതിൽ കുറെ റേഷ്യോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത് എന്തിനാണ്? എഫിഷ്യൻസി കൂടാൻ വേണ്ടിയിട്ടാണ്. ലാഭം കൂടണമെങ്കിൽ എഫിഷ്യൻസി കൂടണം. ആ മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി കൂടാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ, ആ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ റേഷ്യോസും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും മാനേജീരിയൽ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ഉറപ്പുവരുത്തുക. Then next one, to provide useful information for decision making. Next one, ensure Sharia compliance. COMPLIANCE എന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമിക് ലോ അനുസരിച്ചാണ്, ശരിയ ലോ അനുസരിച്ചാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് നെക്സ്റ്റ് വൺ, ഡിസ്റ്റിംഗ്വിഷ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ്.
prohibited earnings and expenditure. Prohibited earnings and expenditure. നമ്മൾ നേരത്തെ പറഞ്ഞു prohibited earnings ഏതെങ്കിലും അതിൽ വരുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്ന് ഡിസ്റ്റിങ്ഷൻ, അത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ അതിനെ നമ്മൾ അതൊന്ന് വേർതിരിക്കും. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ആണ്, ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിലും എക്സ്പെൻസ് വരികയാണെങ്കിലും ആ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഒരു എക്സ്പെൻഡിച്ചറോ ഇൻവെസ്റ്റ്മെന്റോ നമ്മൾ നടത്താനും പാടില്ല. അങ്ങനെയുള്ള ഭാഗത്ത് നിന്ന് വരുന്ന ഏർണിങ്സ് ഒന്നും നമ്മൾ എടുക്കാനും പാടില്ല. ഓക്കെ, these are the objectives of accounting and auditing organizations of Islamic financial institutions. The next one ആണ് accounting concepts അല്ലെങ്കിൽ accounting concept. Islamic perspective. Okay, അതിലാദ്യം അക്കൗണ്ടിംഗ് യൂണിറ്റ്. അക്കൗണ്ടിംഗ് യൂണിറ്റ് ആർപ്പാത്തോട് നിൽക്കുന്നു. ഇവിടെ നിൽക്കും രണ്ടാമത്തിലൊന്നും. അക്കൗണ്ടിംഗ് യൂണിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കമ്പനിയുടെ തന്നെ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അല്ലേ? അതെന്താ സംഭവം? Means the owners and management are different. കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഇൻവെസ്റ്റേഴ്സ് ആണ്. പക്ഷെ അതിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അത് മാനേജ് ചെയ്യുന്ന ബോർഡാണ്, അല്ലെ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അവരാണ് കമ്പനിയെ മാനേജ് ചെയ്യുന്നത്. സോ ദി മാനേജ്മെന്റ് ആൻഡ് ഓണർഷിപ്പ് ആർ ഡിഫറെന്റ്. അതാണ് യൂണിറ്റിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷനിൽ വരേണ്ടത് ദ ലീഗൽ എൻറ്റിറ്റി, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അത് പിന്നെ നിങ്ങൾ പഠിച്ചതായതുകൊണ്ട് ആ പോയിന്റ് മാത്രം എഴുതിയാലും മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഈസ് ഡിഫറെന്റ് ഇൻ അക്കൗണ്ടിംഗ് യൂണിറ്റ്. ദെൻ രണ്ടാമത്തത് പീരിയോഡിസിറ്റി. പീരിയോഡിസിറ്റി നമ്മള് ഇന്നലെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് ഉണ്ടാക്കുന്നത് മന്ത്ലി റിപ്പോർട്ട് ആവശ്യമാണെങ്കിൽ അത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇയർലി റിപ്പോർട്ട് ആണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതേ സംഗതി തന്നെയാണ് ഇവിടെ. പീരിയോഡിക് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പീരിയോഡിക് ആയിരിക്കണം. പീരിയോഡിക് റിപ്പോർട്ട്സ് ഓഫ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഷുഡ് ബി അവൈലബിൾ. കാരണം എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു സക്കാത്തിന്റെ ഒരു കേസ് പറഞ്ഞു. അപ്പൊ സക്കാത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഇയർലി റിപ്പോർട്ടിലാണ്, ഒരു വർഷത്തേക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോ അക്കൗണ്ടിംഗ് ഫോർ സക്കാത്ത് ഈസ് ബേസ്ഡ് ഓൺ ഇയർലി റിപ്പോർട്ട്സ്. ഒരു വർഷത്തെ മൊത്തം പ്രോഫിറ്റ് നോക്കിയിട്ടാണ്
സക്കാത്ത് നമുക്ക് കൊടുക്കേണ്ടതുണ്ടോ? എങ്ങനെ? അതെ, അതിന് നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിലല്ലേ. അസറ്റ് കൂടുക എന്ന് പറഞ്ഞപ്പോഴാ ലാഭം ഉണ്ടെങ്കിൽ അസറ്റ് കൂടുകയുള്ളൂ. നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ ലാബിലിറ്റിയാ കൂടുക. പ്രോഫിറ്റ് മാത്രമല്ല. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ ഒരു എലമെന്റ് മാത്രമാണ്. ഒരു എലമെന്റ് മാത്രം. ആ, അത് പ്രോഫിറ്റ് മാത്രം നോക്കുള്ളൂ. നെക്സ്റ്റ്, ഗോയിങ് കൺസേൺ. മൂന്നാമത്തെ ഒരു ടേമാണ് ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ എന്താ? എന്ന് പറഞ്ഞാൽ ഗോയിങ് ഓൺ. ഒരു ഇത് നിർത്തും, ഈ വർഷം കൂടെ കഴിഞ്ഞാൽ നിർത്തും എന്ന് വിചാരിച്ചിട്ടല്ല അക്കൗണ്ടിങ് നമ്മൾ ചെയ്യാം. ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഗോയിങ് ഓൺ. ആ ഒരു കൺസെപ്റ്റിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുള്ള കൺസെപ്റ്റിലാണ്. ഇത് സാധാ കൺവെൻഷണൽ അക്കൗണ്ടിങ്ങിന്റെ തന്നെ അക്കൗണ്ടിങ് കൺസെപ്റ്റിലുള്ളതാണ്. ഇനി അതിൽ എന്തെങ്കിലും അൺസർട്ടനിറ്റി ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യുകയും വേണം. നെക്സ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മാച്ചിങ് ഓഫ് റവന്യൂസ് വിത്ത് എക്സ്പെൻസസ്. മാച്ചിങ് ഓഫ് റവന്യൂസ് വിത്ത് എക്സ്പെൻസസ്. എക്സ്പെൻസ് എത്രയാ രണ്ടും നമുക്ക് അറിയണം. ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ എക്സ്പെൻസസ് എത്രയാണെന്ന് മാത്രം കാണിച്ചുകൊണ്ട് കാര്യമില്ല, അതിന്റെ കൂടെ ഏതും കാണിക്കണം, റവന്യൂസും ഉണ്ടായിരിക്കും. നമ്മളെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് വൺ, മെഷർമെന്റ് ആട്രിബ്യൂട്ട്സ്. മെഷർമെന്റ് ആട്രിബ്യൂട്ട്സ്. Measurement attributes. മെഷർമെന്റ് എന്തിനെ ആണ് നമ്മൾ ഈ പറയുന്ന അസറ്റ് ആണെങ്കിലും ലാബിലിറ്റി ആണെങ്കിലും ഈ റവന്യൂ ആണെങ്കിലും എക്സ്പെൻഡിച്ചർ ആണെങ്കിലും ഒക്കെ എങ്ങനെ മെഷർ ചെയ്യാം? മോണിറ്ററി കോൺസെപ്റ്റ് ആണ്. ആ കാര്യം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എഴുതുക, acquisition cost, acquisition cost, comma, cash equivalent value, cash equivalent value, comma, assets replacement, assets replacement cost, asset replacement cost, etc. should be considered. അപ്പൊ ഒക്കെ പണത്തിന്റെ രൂപത്തിൽ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നാലേ അത് നമുക്ക് കൃത്യമായി മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റ പോയിന്റും കൂടെ എഴുതാം. ഇൻ കേസ് ഓഫ് zakat measurement, in case of zakat measurement, comma, preference should be given to the current market value. Preference should be given to the current market value. അപ്പൊ നമ്മള് സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ റേറ്റ് എത്ര എന്നാ നോക്കേണ്ടത്. അല്ലാതെ ബുക്ക് വാല്യൂ ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ എന്നുള്ളതാണ് കൺവെൻഷനിലൊക്കെ നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. മാർക്കറ്റ് വാല്യൂ ഇപ്പൊ എത്രയാണോ അതിനെ ബേസ് ചെയ്താണ് സക്കാത്ത്. ഇൻകം ടാക്സ് അല്ല കേട്ടോ, സക്കാത്ത് അവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ്. ഇനി അടുത്തത് അസറ്റ്.
അസറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? അസറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ആണ് എഴുതുക. capable of generating positive cash flows, capable of generating positive cash flows or other economic benefits in the future either by itself or in combination with other assets, which the bank has acquired, the right to hold, the right to hold, use of dispose, right to hold, use of dispose as a result of past transactions or events. Okay, ഈ ഡെഫിനിഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ ഓർഗനൈസേഷൻ, അതായത് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അസറ്റിന്റെ ഈ പറയുന്ന ഡെഫിനിഷൻ കൊടുത്ത ഓർഗനൈസേഷൻ ആണ്. ഇവരുടെ ഡെഫിനിഷൻ ആണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. അതനുസരിച്ച് ഒരു വസ്തു അതിന് സ്വന്തമായിട്ടോ എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം ഉപയോഗിച്ചിട്ട് മാത്രമോ അല്ലെങ്കിൽ മറ്റുള്ള അസറ്റും കൂടെ കൂടിയിട്ടോ കോമ്പിനേഷനോട് കൂടിയോ എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റണം. മാത്രമല്ല ഇത് ബാങ്കിന്, നമ്മള് ഇസ്ലാമിക് ബാങ്കിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. ബാങ്കിന് ഇത് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടണം, അത് യൂസ് ചെയ്യാൻ കഴിയുകയും വേണം. ഓക്കെ, അപ്പൊ മുമ്പ് നമ്മൾ യൂസ് ചെയ്ത കാരണം കൊണ്ട് ചിലപ്പോ അതില് കുറവ് വന്നിട്ടുണ്ടാവാം. അതിനാണ് നമ്മൾ എന്ത് പറയാ, ഡിപ്രീസിയേഷൻ എന്ന് പറയും. ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ അതിൽ കുറവ് വരും, ഡിപ്രീസിയേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ഈ രൂപത്തിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് റവന്യൂ ഇൻകം ജനറേറ്റ് ചെയ്യാനും കൂടെ കഴിയുന്ന തരത്തിലുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, അസറ്റ് എന്ന് പറയും. ഇനിയുള്ളത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ കുറെ ഇക്വേഷൻസ് ആണ്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാല് ഏതൊരു ട്രാൻസാക്ഷൻ ആണെങ്കിലും അതിന് രണ്ട് ഫേസ് ഉണ്ടാവും, രണ്ട് ആസ്പെക്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് ഡബിൾ എൻട്രി എന്ന് പറയുന്നത്. ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും അതിൽ ഡെബിറ്റും ഉണ്ടാവും ക്രെഡിറ്റും ഉണ്ടാവും.
ഈ രണ്ട് ആസ്പെക്റ്റും നിർബന്ധമായിട്ടുള്ളത് കൊണ്ടാണ് അതിനെ ഡബിൾ എൻട്രി എന്ന് നമ്മൾ പറയാം. അപ്പൊ നമ്മളൊരു ക്യാഷ് കൊടുത്തിട്ട് നമ്മളൊരു ഇപ്പൊ ടേബിള് വാങ്ങി എന്നുണ്ടെങ്കിൽ രണ്ടും അസറ്റാണ്. അപ്പൊ നമുക്ക് കിട്ടിയതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പൊ ടേബിളാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ടേബിളിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് കൊടുത്തു അല്ലെ? അപ്പൊ അതിനെ നമ്മൾ ക്രെഡിറ്റും ചെയ്യും. അപ്പൊ ടേബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് നമ്മൾ. ഇത് അസറ്റിന്റെ കേസാണ്. അസറ്റിന്റെ കേസാണ്. നേരെ മറിച്ച് നോമിനൽ അക്കൗണ്ട് ഒക്കെയാണ്, എക്സ്പെൻഡിച്ചറോ ഇൻകോ ആണ് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് എക്സ്പെൻസിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ടൈപ്പ് ഓഫ് ഇൻകത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ടൈപ്പ് ഓഫ് ഇൻകം. അപ്പൊ ഏതൊരു കേസ് നമ്മൾ എടുക്കുകയാണെങ്കിലും, ഏതൊരു ട്രാൻസാക്ഷൻ എടുക്കുകയാണെങ്കിലും ഇതിന് രണ്ട് ആസ്പെക്ട് ഉണ്ടാവും എന്നുള്ള, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. അപ്പൊ ഇവിടെ ബാലൻസ് ഷീറ്റ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന് രണ്ട് സൈഡാണ് ഉള്ളത്, രണ്ട് കോളംസ് ആണ്. ഒന്ന് അസറ്റ് ആണ്, മറ്റൊന്ന് ലാബിലിറ്റീസ് ആണ്. അങ്ങനെ നമ്മൾ പറയാറുള്ളത് അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും എന്നാണ്. ഇത് രണ്ടും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കണം, നിർബന്ധമായിട്ടും ഈക്വൽ ആകും. അപ്പൊ ലാബിലിറ്റി സൈഡിൽ ലാബിലിറ്റീസും ഉണ്ടാവും, ക്യാപിറ്റലും ഉണ്ടാവും, ഇപ്പുറത്തെ അസറ്റ് ഉണ്ടാവും. ഇത് രണ്ടും സെയിം ആയിരിക്കും എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അസറ്റ് ഈക്വൽസ് ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ്. ഇനി വേറൊരു ഇക്വേഷൻ ആണ് പ്ലസ് പ്രോഫിറ്റ്. നമ്മളെ ലാബിലിറ്റീസിൽ വരുന്ന ഒന്ന് തന്നെ, അല്ലെങ്കിൽ ക്യാപിറ്റലിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒന്ന് തന്നെയാണ് എന്ത്, പ്രോഫിറ്റ് എന്നുള്ളത്. അപ്പൊ ലാബിലിറ്റി സൈഡിൽ വരുന്ന ഒരു ഐറ്റം കൂടെയാണ് പ്രോഫിറ്റ് എന്നുള്ളത്. അപ്പൊ പ്രോഫിറ്റ് എവിടെന്നാ കിട്ടുക? പ്രോഫിറ്റ് എവിടെന്നാ കിട്ടുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമുക്ക് കിട്ടുക. അപ്പൊ അവിടെ ശരിക്കും ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ്. ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ്. അപ്പൊ പ്രോഫിറ്റ് ചിലപ്പോ പ്ലസ് ആവാം, മൈനസ് ആവാം. മൈനസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ലോസ്. അപ്പൊ ഇൻകം കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഇവിടെ നമുക്ക് പ്രോഫിറ്റിന് പകരം ലോസ് ആണെന്നുണ്ടെങ്കിൽ, ലോസ് ആണെങ്കിൽ ഈ ഇക്വേഷനിൽ വ്യത്യാസം വരില്ല. ഇക്വേഷനിൽ വ്യത്യാസം വരും. അവിടെ എന്തായിരിക്കും? അപ്പൊ ഇക്വേഷൻ എന്താവും? എന്ന് പറഞ്ഞാൽ അസറ്റ് പ്ലസ് ലോസ്. ഇവിടെ മൈനസ് ആക്കണ്ട. അസറ്റ് പ്ലസ് ലോസ് ഇസ് ഈക്വൽ ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി. അത് അസറ്റ് സൈഡിലാണ് എന്ത് എഴുതുക? ലോസ് നമ്മൾ എഴുതുക. ഇനി അതിനെങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ മാറ്റി മാറ്റി എഴുതുന്നതാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ഇൻകം മൈനസ് എക്സ്പെൻസ് പ്ലസ് ലാബിലിറ്റീസ്. അതന്നെയാണ് എഴുതിയത്. പ്രോഫിറ്റിന് പകരം ഇൻകം മൈനസ് എക്സ്പെൻസ്. ഓക്കെ. മറ്റൊന്ന് പറഞ്ഞാൽ അസറ്റ് പ്ലസ് എക്സ്പെൻസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ഇൻകം പ്ലസ് ലാബിലിറ്റി. ഒക്കെ സെയിം തന്നെയാണ്. ഇനിയുള്ള ഒരു ഇക്വേഷൻ ആണ്
മറ്റൊരു കേസാണ് അസറ്റിന്റെയും എക്സ്പെൻസിന്റെയും ഒരു ക്യാരക്ടറാണ്. അസറ്റിനെയും എക്സ്പെൻസിനെയും നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യും. അസറ്റിനെയും എക്സ്പെൻസിനെയും ഡെബിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യും. ക്രെഡിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഡിക്രീസ് ചെയ്യും. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ക്യാപിറ്റൽ ആണെങ്കിലും ഇൻകം ആണെങ്കിലും ലാബിലിറ്റി ആണെങ്കിലും. ഇതിനെയൊക്കെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യും. ഇതിനെയൊക്കെ ഡെബിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഡിക്രീസ് ചെയ്യും. അപ്പൊ ഇവിടെ അസറ്റിന്റെ കേസ് നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ്. ആ മെഷീനറി അക്കൗണ്ട് ഡെറ്റ്, പൈസ കൊടുത്തിട്ട് മെഷീനറി വാങ്ങി. അപ്പൊ മെഷീനറി അസറ്റ് ആണ് അല്ലെ? അപ്പൊ അതിനെ ഡെബിറ്റ് ചെയ്താൽ അത് കൂടും. ഇപ്പൊ എത്ര മെഷീനറി ഉണ്ടോ അതിന്റെ ഒരു മെഷീനറി കൂടെ കൂടി. മെഷീനറി അക്കൗണ്ട് ഡെറ്റ്, പണം കൊടുത്തു അപ്പൊ അത് നമുക്ക് കുറയും. നമ്മുടെ കയ്യിലുള്ള പണത്തിന് മെഷീനറിന്റെ പൈസ കുറഞ്ഞു, അപ്പൊ അത് ക്രെഡിറ്റ് ചെയ്യും, അത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ മെഷീനറി അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പൊ ഇൻകം ആണെന്നുണ്ടെങ്കിൽ. ഇപ്പോ നമുക്ക് സാലറി ഇങ്ങോട്ട് കിട്ടിയത് കമ്മീഷൻ കിട്ടി, കമ്മീഷൻ റെസീവ്ഡ്. അപ്പൊ അതില് ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, കമ്മീഷൻ റെസീവ്ഡ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ എന്നുള്ളത് ഇൻകത്തിന്റെ ഫോമാണ്. ക്യാഷ് ആണ് കമ്മീഷൻ ആയിട്ട് കിട്ടുന്നത്, അത് അസറ്റ് ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു കമ്മീഷൻ എന്നാണ് അല്ലെ? അപ്പൊ ക്യാഷ് കമ്മീഷൻ കിട്ടുകയാണ്, അപ്പൊ ക്യാഷ് കൂടും, ക്യാഷ് അസറ്റ് ആണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ട് ഡെറ്റ്. ഇൻകം ക്രെഡിറ്റ് ചെയ്താൽ കൂടുക, അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു കമ്മീഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്ന ഒരു ഐറ്റമാണ് സാലറി എക്സ്പെൻസ് ആണ്. അപ്പൊ അതിന് നമ്മൾ അത് ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്ക് സ്വാഭാവികമാണ്. അപ്പൊ ആ എക്സ്പെൻസ് അങ്ങനെ കൂടി, സാലറി പിന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന ഇങ്ങനെ കൂടി വരും, എക്സ്പെൻസ് കൂടും. ഓക്കെ, അപ്പൊ അസറ്റും എക്സ്പെൻസും ഒക്കെ ഡെബിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങനെ കൂടി വരും. ക്രെഡിറ്റ് ചെയ്താൽ കുറയും. ഇൻകം ലാബിലിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്താൽ ആണ് കൂടുക, ഡെബിറ്റ് ചെയ്താൽ അത് കുറയാണ് ചെയ്യുക. ഇനി ഈ അക്കൗണ്ട്സിന്റെ അല്ലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ അക്കൗണ്ടിങ്ങിന്റെ ഒക്കെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. അണ്ടർസ്റ്റാൻഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാല് ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയാല് മനസ്സിലാവണം. എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് സ്പെസിഫിക് ആയി മനസ്സിലാക്കാൻ പറ്റണം. ഇതിൽ എക്സ്പെൻസ് എങ്ങനെയാണ്, ഇൻകം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ഇത്ര വന്നതെന്നൊക്കെ നോക്കുന്നവർക്ക് കൃത്യമായി അറിയുന്ന ആളുകൾക്ക്, നോക്കിയാൽ മനസ്സിലാവുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയണം. രണ്ടാമത്തെ ഒന്നാണ് റെലവൻസ്. റെലവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റെലവന്റ് ഇൻഫർമേഷൻ എന്നൊക്കെ പറയും. സ്വീകാര്യത എന്ന് പറഞ്ഞാൽ സ്വീകാര്യത. ഒരാൾക്ക് ആവശ്യമുള്ളതല്ലേ സ്വീകരിക്കുക അല്ലെ? ആവശ്യമില്ലാത്തത് നമ്മൾ എടുക്കൂലല്ലോ. അപ്പൊ ആവശ്യമുള്ളതേ നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ റെലവൻസ് എന്ന് പറഞ്ഞാൽ that should be useful for decision making. Okay, accounting information should be useful for decision making. വെറുതെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തി വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം.
ദെൻ മറ്റൊന്നാണ് റിലയബിലിറ്റി. റിലയബിൾ എന്താണ്? ആക്യുറേറ്റ് ആവണം എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് കൂടുതൽ കൂടുതൽ നല്ല മിസ്റ്റേക്ക് ഉണ്ടാവാനേ പാടില്ല, സത്യസന്ധമായിരിക്കണം. ആൻഡ് ഫൈനലി കമ്പാരബിലിറ്റി. കമ്പാരബിലിറ്റി എന്താ? കമ്പാരബിലിറ്റി പറഞ്ഞാല് എന്തുമായിട്ടാ കമ്പയർ ചെയ്യാം? കഴിഞ്ഞ വർഷത്തേതുമായിട്ട് കമ്പയർ ചെയ്യാം, വേറെ സ്ഥാപനങ്ങളുടേതുമായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സംഗതി വെച്ചാലാണ് നമ്മുടെ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ കമ്പാരബിലിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അതിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. Then last area, content of annual report. Content of annual report. ഒരു ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്? ആനുവൽ റിപ്പോർട്ടിൽ എന്താണ് ഉണ്ടാവേണ്ടത്? അപ്പൊ നമ്മള് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയില്ലേ, ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയില്ലേ, ആ സംഗതികൾ തന്നെയാണ്. ഒന്ന്, ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് അറിയാലോ. ബാലൻസ് ഷീറ്റിന്റെ ഗുണം എന്താ? ബാലൻസ് ഷീറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താ? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം. മറ്റൊന്നാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ സാധാരണ പറയുക അതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പറയുക. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പിന്നെ കമ്പാരിറ്റീവ് ഫിഗേഴ്സ്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് then directors report. Directors report. ഇതുപോലെ തന്നെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് അപ്പൊ ഈ ഡയറക്ടേഴ്സ് റിപ്പോർട്ടും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡയറക്ടേഴ്സ് റിപ്പോർട്ടും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് രണ്ടും തമ്മിൽ അവസാനത്തെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഡയറക്ടേഴ്സ് റിപ്പോർട്ടും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും. ഡയറക്ടേഴ്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ആ മാറ്റം വരുത്തിയത് എന്ന് ആദ്യം എഴുതുക. ഒരു ഉദാഹരണം, സാലറി വർഷങ്ങളായിട്ട് ഒരു മാസത്തെ സാലറി ആ കമ്പനിയുടെ എംപ്ലോയീസിന് കൊടുത്തത് ഒരു 3 lakh ആണെന്ന് വിചാരിക്കാം. 3 lakhs അപ്പൊ പിറ്റത്തെ ഒരു മാസം അതിലൊരു ഇൻക്രീസ് കണ്ടു, ഒരു 3,20,000. അപ്പൊ അവിടെ ഡയറക്റ്റ് റിപ്പോർട്ട് എഴുതണം, this month there is an increment for this number of employees. എന്തെങ്കിലും അവരുടെ സാലറി ഇൻക്രിമെന്റ് അല്ലെങ്കിൽ പ്രൊമോഷനോ കാര്യങ്ങളോ ഒക്കെ വന്നതുകൊണ്ട് കുറച്ച് ആളുകൾക്ക് എന്തായി, സാലറി കൂടിയിട്ടുണ്ട്. അതാണ് ഡയറക്ടേഴ്സ് റിപ്പോർട്ടിലുണ്ട്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാലോ അത് കമ്പനിയുടെ അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് നടത്തിയിട്ട് വെരിഫൈ ചെയ്തിട്ട് അതില് എന്തൊക്കെയാണ് അതിന്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ്, അത് എന്തൊക്കെ കാരണം, എവിടെയാണ് എക്സ്പെൻസ് കൂടിയത്, എവിടെയാണ് ഇൻകംസ് കൂടിയിട്ടുള്ളത്
എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് റിപ്പോർട്ട് ആയിരിക്കും എപ്പോഴും ഏതിൻ്റെത്, ഓഡിറ്റേഴ്സ്. എന്നാൽ ഡയറക്ടേഴ്സിന്റെ ഏതും കൂടെ വരാൻ സാധ്യതയുണ്ട്, ക്വാളിറ്റേറ്റീവ് റിപ്പോർട്ടും കൂടെ വരാനുള്ള ചാൻസ്. മതി.